കാണുന്നത് മത്തങ്ങ ജ്യൂസാണെന്ന് പറഞ്ഞാൽ ആരെയും വിശ്വസിക്കുമോ? ഇല്ല, കുടിച്ചാലും ആരും വിശ്വസിക്കില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. റെസിപ്പി കണ്ടാലോ? നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ജ്യൂസാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി മത്തങ്ങ എടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് കുരു കളഞ്ഞ് തൊലി കളഞ്ഞെടുക്കുക. പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള വെജിറ്റബിൾ ആണെങ്കിലും പൊതുവേ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല തോന്നുന്നുണ്ട്. എനിക്കും മക്കൾക്കൊന്നും കൂടെ തീരെ ഇഷ്ടമല്ല. പക്ഷേ ഇങ്ങനെ ജ്യൂസ് അടിച്ച് കുടിച്ചപ്പം ഭയങ്കര ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ട്. എടുത്തിട്ടുള്ള പംകിന് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് സ്മൂത്ത് പേസ്റ്റായിട്ട് കിട്ടണമല്ലോ. അപ്പോൾ വേഗം കുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെറിയ കഷ്ണങ്ങൾ അയക്കുന്നതായിരിക്കും ബെറ്റർ. കഷ്ണങ്ങളാക്കിയിട്ടുള്ള മത്തങ്ങ കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരു 4 വിസിൽ കുക്ക് ചെയ്തെടുത്താൽ നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഇനി തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വേവിച്ചിട്ടുള്ള പംകിന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് പാൽ, ഞാൻ ഏകദേശം ഇവിടെ ഒരു 350-400 ml അടുത്ത് എടുത്തിട്ടുണ്ടാവും. ഒരു ഏലക്കായും പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതുണ്ടാക്കി കുടിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് നമ്മളെ പായസമൊക്കെ ഇല്ലേ, പായസമൊക്കെ കുടിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു ടേസ്റ്റില്ലേ, ഇത്രയേ ഉള്ളൂ. വെറും 3 മിനിറ്റ് കൊണ്ടോ 4 മിനിറ്റ് കൊണ്ടോ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അത്രയ്ക്ക് സിമ്പിളാണ്. ബട്ട് ഇത്ര പണിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്. പൊതുവേ മത്തങ്ങ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വേറെ ഒരു രീതിയിലല്ലേ ചിന്തിക്കുക, പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത ജ്യൂസിൻ്റെ റെസിപ്പിയിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ജ്യൂസും ഇതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം പറയുക. നിങ്ങൾ കമൻറ്റ് ചെയ്യണേ എങ്ങനെ ഉണ്ടെന്ന്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പി വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.